ഇന്നത്തെ പരിപാടി ഈ ECU കഴിച്ച് ഇതിന് ബോർഡ് എടുക്കലാണ്. ഈ വയർ ഞാൻ ആദ്യം കട്ട് ചെയ്തിരുന്നു. ഈ സാധനം ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അവിടെയൊക്കെ പൊട്ടിക്കുന്നു. ഈ ഒരു കേസ് കിട്ടും അടിഭാഗത്തുള്ളത്. മേൽഭാഗത്തെ ഉപയോഗിക്കാൻ പറ്റണതൊക്കെയാണ്, നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ബോർഡാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം ബോർഡ് എടുക്കണ പരിപാടിയാണ്. ഒരു 5 സ്ക്രൂ ഉണ്ട്, അതുകൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് കിട്ടും. 5 സ്ക്രൂ വലിയ കുഴപ്പമില്ലാത്ത സ്ക്രൂ ആട്ടോ. ഈ സാധനത്തിന് ഫസ്റ്റ് ഒരു 4000 രൂപ ഒക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നത് ഒഴിവായി ഇപ്പോൾ ഏകദേശം ഒരു 3000-2500 വരുന്നുണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ ഈ ഒരു 3 സ്ക്രൂ കൂടെ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടും. ഇതേപോലത്തെ ECUൻ്റെ കംപ്ലൈൻറ്റുകൾക്കൊക്കെ ഇതേപോലത്തെ സെയിം സാധനങ്ങൾ അഴിച്ചിടുക നന്നാവുക. വേറൊന്നുമല്ല, ഒന്നുകൂടെ ലൈഫ് കിട്ടും. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒറ്റ മോശം സാധനങ്ങളായി മാറിക്കും. ഇതാണ് ഇതിൻ്റെ കോയിൽ. ഇത് ഒരു ഡയോഡ് സെൻസറാണ്. ഇതിൻ്റെ ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, മറ്റേ ചെറിയ ടൈറ്റ് കാണാം വർക്ക് ചെയ്യണത്. ഇത് ഇതിൻ്റെ കൺട്രോൾ ബോർഡ്. ഇതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വർക്കാവും. ഇതൊക്കെ ഓരോ ക്ലിപ്പാണ് വരിക. ഈ ഒരു ഭാഗം 3 സ്ക്രൂ ഉണ്ടാവും, അതുകൊണ്ട് അഴിച്ചെടുക്കുക. ഇത് അഴിച്ചെടുത്താൽ തന്നെ ഈ ഒരു പാനൽ നല്ല വർക്കിംഗ് ആണെന്ന് വെച്ചാൽ പാനൽ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഇനി ഇത് വേണ്ട, ഇത് കംപ്ലൈൻ്റ് ആണെങ്കിൽ സ്ക്രാപ്പിൽ കൊടുത്താലും പൈസ കിട്ടും. ഈ ഒരു കോയിൽ ചെയ്ത് കംപ്ലൈൻ്റ് ആണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഉരുകി പിടിച്ചു. ഇനി ബോർഡ് അഴിച്ചെടുക്കണം വെച്ചാൽ തന്നെ ഈ ഒരു ഭാഗം ചെയ്താൽ ഈ 2 സ്ക്രൂ അഴിച്ച ബോർഡ് കിട്ടും. ഇത് കൂടുതൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഈ വയർ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വയർ കട്ട് ചെയ്തെടുത്താണ്. പഴയ വയറുണ്ട്. ഇനിയൊരു 2 സ്ക്രൂ ഉണ്ട്. ഫുള്ള് റെസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ബോർഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ശരിയാവേണ്ടതാണ്. ഇതിൽ 2 മോസ്ഫെറ്റ് ഉണ്ടാവും, കപ്പാസിറ്റർ, അതേപോലെ ഇതിൻ്റെ റെസിസ്റ്റൻസ്. ചിലപ്പോൾ ഈ ഫ്യൂസ് പോകാൻ സാധ്യതയുണ്ട്, മോസ്ഫെറ്റ് പോവും. പിന്നെയുള്ള ഈ IC ആണ്. ഇതിനൊന്നും വല്ല കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ ഈ സാധനം വർക്കിംഗ് അല്ലെങ്കിലും ഇത് ജാമായാലും കംപ്ലൈൻറ്റ് കാണിക്കും. ബോർഡ് കാണുന്ന കാഴ്ചപ്പാടിലൊന്നും വലിയ സർവീസിങ് നടത്താത്ത ബോർഡാണ്. കംപ്ലൈൻറ്റ് ഇല്ല തോന്നുന്നു. കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതേപോലെ ഈ ക്ലിപ്പ് കൊണ്ട് ഊരിയെടുക്കുക. ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ബാക്കി ഈ ഒരു ബോർഡിൽ ഈ IC കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. കീപാഡുകൾ, അതുപോലെ ഡിസ്പ്ലേ പിന്നെ ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് വരിക. സെയിം സാധനം കിട്ടിയാൽ ഇതന്നെ ഉപയോഗിക്കാം. ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം.